എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് യഹോവയുടെ കണ്ണും ചെവിയും ആർക്കു വേണ്ടി തുറന്നിരിക്കുന്നുവെന്ന് ശ്രവിക്കാം. സങ്കീർത്തനം 34:15. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഫിലിസ്ത്യരിൽ നിന്ന് രക്ഷപ്പെടാനിടയാക്കിയ അബീമേലെക്കിന്റെ മുമ്പിൽ ദാവീദ് ഭ്രാന്തനായി അഭിനയിച്ചപ്പോൾ എഴുതിയതാണ് ഈ സങ്കീർത്തനം. ഇത് ദൈവത്തിൻ്റെ നന്മയുടെ പ്രഖ്യാപനവും വ്യക്തിപരമായ അനുഭവത്തിൻ്റെ സാക്ഷ്യവുമാണ്. എല്ലാ സമയത്തും ദൈവത്തെ വാഴ്ത്താനും കഷ്ടകാലത്തിൽ അവനിൽ അഭയം തേടാനുമുള്ള ആഹ്വാനമാണിത്. ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിനും കരുതലിനും നന്ദി പ്രകടിപ്പിക്കുന്നു. വിശ്വസ്തരും ദുഷ്ടരും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നു. ഈ വാക്യത്തിൽ ദാവീദ് നീതിമാന്മാരോടുള്ള ദൈവത്തിൻ്റെ ശ്രദ്ധാപൂർവമായ പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവൻ്റെ നിരന്തരമായ ജാഗ്രതയിലും പ്രതികരണ ശേഷിയിലും വിശ്വസിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദൃഷ്ടി നീതിമാന്മാരുടെ മേലാണ്. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ജാഗ്രതയെ ഊന്നി പറയുന്നു. ദൈവം തൻ്റെ വിശ്വസ്തരുടെ ജീവിതത്തെക്കുറിച്ച് അകലുകയോ അറിയാതിരിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അവൻ എപ്പോഴും നിരീക്ഷിക്കുകയും അവരെ സംരക്ഷിക്കാനും നയിക്കാനും മേൽനോട്ടം വഹിക്കുന്നു. നീതിമാൻ എന്നാൽ ഇവിടെ നീതിയും താഴ്മയും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരെ സൂചിപ്പിക്കുന്നു. അവൻ്റെ ചെവി അവരുടെ നിലവിളി ശ്രദ്ധിക്കുന്നു. ദൈവം നീതിമാന്റെ നിലവിളി ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അവൻ്റെ ആവശ്യങ്ങൾക്കും അപേക്ഷകൾക്കും അവൻ പ്രതികരിക്കുന്നു. നോക്കുക മാത്രമല്ല, നാം അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവൻ തയ്യാറാണ്. നാം ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിൽ ആശ്രയിക്കണം. സാഹചര്യങ്ങൾ എത്ര വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും നീതിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരെ ദൈവം എപ്പോഴും ശ്രദ്ധിക്കുന്നു. നീതിപൂർവം ജീവിക്കുക. നാം പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവനെ വിളിക്കുക. അവൻ തൻ്റെ ജനത്തിനു വേണ്ടി കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നവർക്കും ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്നവർക്കും ഇത് പ്രതീക്ഷ നൽകുന്നു. സ്നേഹപിതാവേ, നീതിപൂർവം ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രാർത്ഥനയിൽ നിരന്തരം അങ്ങയെ വിളിച്ചപേക്ഷിക്കാനോ കർത്താവെ അങ്ങ് എപ്പോഴും സമീപത്താണെന്നും പ്രതികരിക്കാൻ തയ്യാറാണെന്നും വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.